സ്വർഗാണോ നരകാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ പണിയും നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല, അള്ളാഹ് എടുത്തു. അങ്ങനെ ചില ആള് അള്ളാഹിന്റെ പണിയും മലക്കള പണിയെല്ലാം ഇപ്പോൾ അടുത്ത് ചില ആൾ എടുക്കും. സ്വലാത്ത് റൗളയിൽ എത്തിക്കേണ്ട പണിയെല്ലാം ചില ആൾ ഏറ്റെടുത്തിട്ട് കാണാം. അത് മലക്കൾ നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്, ഓരെത്തിച്ചോളൂ. ആശിക്കീങ്ങളെ സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിന്ന് സ്റ്റാറ്റസ് എടുത്താണ് ചിലർ. വൃത്തികേട് കളിക്കരുത്, ആരെയും കാണിക്കാനോ ഒന്നും ചെയ്യരുത്. ശരിക്കും മദീനയിലെത്തിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, നാണക്കേട്, ഇത് രണ്ടുമാണ് ഉണ്ടാവേണ്ടതെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹുവിന്റെ ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. ശരിക്കും റൗള ഷരീഫിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടി, നാണക്കേടും വേണം. എന്താ വേണ്ടത്? മെയിനായിട്ട് ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ല റബ്ബേ എന്ന പേടി വേണം. തങ്ങള് റൗളയിൽ നിന്ന് തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കലെന്നെ അതവേടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാന്റെ ചോദ്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫമഹ്മൂലുൻ, നീ അതിനെക്കുറിച്ച് വായിക്കേണ്ടത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നറിയോ? ഷഹറാനിമാ പറയാം. എന്താ വായിക്കേണ്ടതെന്നറിയോ? അഹ്മദ് മോന് റൗളയിൽ എന്നെ കാണാൻ വരുന്നുണ്ടല്ലേ, വന്നാൽ എൻ്റെ കൈ ചോദിക്കണമെന്ന് അവിടുന്ന് പെർമിഷൻ കൊടുത്തവരാണ് ചോദിച്ചത്. നമ്മളെ പോലത്തെ ടീം എന്തിനാ അവിടെ പോയിട്ട് എന്തെങ്കിലും കളിക്കണത്? നമ്മൾ ആരാ? രണ്ട് പാട്ട് പാടുമ്പോഴേക്ക് നമ്മൾ ആരെങ്കിലും ആവൂ? നമുക്ക് മദീനയിൽ നിൽക്കാൻ അർഹത ഉണ്ടോ? മദീന നാടിൻ്റെ പവർ എത്ര!